PSCയെ നോക്കുകുത്തിയാക്കി വീണ്ടും കരാർ നിയമനം. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലാണ് ചട്ടം മറികടന്ന് കരാർ നിയമന നീക്കം. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അഭിമുഖം അല്പസമയത്തിനകം നടക്കും. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള കരാർ നിയമനം CPI പ്രവർത്തകരെ തിരികെ കയറ്റാനെന്നാണ് ആരോപണം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേർന്നു. പ്രശാന്ത്, ആദ്യം ഈ വാർത്തയെക്കുറിച്ച്. കൃഷ്ണരാജ്, സംസ്ഥാനത്തെ കൃഷി വകുപ്പിന് കീഴിലുള്ള അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഇതിലാണ് ഇപ്പോൾ കരാർ നിയമനം നടക്കുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലാണ് കരാർ നിയമനം. ഈ തസ്തിക PSCക്ക് വിട്ടതാണ്. PSCക്ക് വിട്ട് PSC വിജ്ഞാപനം ഇറക്കുന്ന ആ നിലയിലേക്ക് എത്തിയ ഒരു തസ്തികയാണ്. ആ തസ്തികയിലാണ് ഇപ്പോൾ ഈ കരാർ നിയമനത്തിന് ആളെ എടുക്കുന്നത്. ഇന്നാണ് അതിൻ്റെ അഭിമുഖം നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതും വേൾഡ് മാർക്കറ്റിന് സമീപത്ത് വെച്ചാണ് ഈ അഭിമുഖം നടക്കുന്നത്. അവിടെ നിരവധി പേർ പങ്കെടുക്കുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഇതിൽ കരാർ നിയമനം നടത്താൻ പാടില്ല എന്ന ചട്ടം നിലനിൽക്കുകയാണ്. അതായത് PSCക്ക് വിട്ട ഒരു തസ്തികയിൽ ആ തസ്തികയിൽ കരാർ നിയമങ്ങളൊന്നും പാടില്ല എന്നൊരു ചട്ടം നിലനിൽക്കുക. ആ ചട്ടത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു കാരണമാണ് ഇത്തരത്തിൽ ഈ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തത് CPI ആണ്. P പ്രസാദ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിലാണ് ഇത് വരുന്നത്. ഈ അഗ്രോ കോർപ്പറേഷൻ വരുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഈ കരാർ നിയമനം ഉണ്ടായിരിക്കുന്നത്. അതിന് ഈ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ടൊരു നിയമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് ഈ PSCക്ക് വിട്ടാൽ പിന്നീട് അങ്ങനെ അതിലേക്ക് കരാർ നിയമനങ്ങളോ ഒന്നും നടത്താൻ പാടില്ല എന്ന ഒരു ചട്ടം നിലനിൽക്കുന്നു. ഇതിൻ്റെ ഇപ്പോഴത്തെ കാരണം എന്ന് പറയുന്നത്, ഇതിൽ ഈ വിജ്ഞാപനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരീക്ഷ നടക്കുന്നതിനെല്ലാം മുമ്പ് തന്നെ ഒരു കരാർ വ്യവസ്ഥയിൽ ഈ ആളെ നിയോഗിക്കുകയാണ്, ഇപ്പോൾ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു തവണ നിയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ സമയം നീട്ടിക്കൊടുക്കുകയും അതിൽ തുടരാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ PSC പിന്നീട് അതിനൊരു സ്ഥിര നിയമനം എന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാനെല്ലാം സാധിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ ഈ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി പേർ പരാതിയും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കരാർ നിയമനമാണ് എന്ന നിലയിലേക്ക്, കരാർ നിയമനം നടത്താൻ പാടില്ല എന്ന നിലയിലേക്ക് ഒരു വിവാദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. PSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ അടക്കം നേരത്തെ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയുമായി ബന്ധപ്പെട്ടെല്ലാം വന്നിരുന്നു. എന്നാൽ അവിടെ ഇതൊന്നും നോക്കാതെ തന്നെ കരാർ നിയമനത്തിൻ്റെ അഭിമുഖം നടത്തുവാനുള്ള വിജ്ഞാപനം ഇറക്കുകയായിരുന്നു ഈ അധികൃതർ ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ ഏറ്റവും പരാതി ഉയർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ പല സമയത്ത് ഈ ഇടതുപക്ഷത്തിൻ്റെ PSCയെ നോക്കി കുത്തിയാക്കിക്കൊണ്ടുള്ള പല നിയമനങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതായത് PSC വിജ്ഞാപനം ഇറക്കിയാലും അതിനെല്ലാം നോക്കി കുത്തിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ PSC അറിയാതെ അടക്കമുള്ള നിയമനങ്ങൾ PSCയെ നോക്കുകുത്തിയാക്കി വീണ്ടും കരാർ നിയമന നീക്കം. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലാണ് ചട്ടം മറികടന്ന് കരാർ നിയമന നീക്കം നടക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അഭിമുഖം ഇന്ന് തന്നെ നടക്കും. CPI പ്രവർത്തകരെ തിരികെ കയറ്റാനാണ് ശ്രമം.